ഹരി ഓം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ 2026 ഓഗസ്റ്റ് മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് എങ്ങനെയുണ്ട്, അനുകൂലമാണോ പ്രതികൂലമായ സാഹചര്യമാണോ എന്നുള്ള കാര്യങ്ങൾ ഒരു ഡീറ്റെയിൽ നോക്കാം. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. മകരരാശിക്കാർക്ക് മാത്രമല്ല മകര ലഗ്നക്കാർക്ക് ഈ വീഡിയോ കാണാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഓഗസ്റ്റ് മാസം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു അനുകൂലമായ മാസമായിട്ട് കാണാം. എങ്കിലും നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടൊക്കെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ഒരു ഉന്നതിയൊക്കെ പറയാവുന്ന സമയമാണ്. നമ്മുടെ മേലുദ്യോഗസ്ഥർക്ക് നമ്മളായിട്ടൊരു പ്രീതി, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്ക് കുറച്ചുകൂടി ഒരു വാല്യൂ കൽപ്പിക്കുക, ഈ ഒരു സാഹചര്യമൊക്കെ പറയാൻ സാധിക്കും. അതേപോലെ ജോലി അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുവാൻ യോഗമുള്ള സമയമായിട്ട് പറയാം. പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കിട്ടുന്ന സമയമായിട്ട് പറയാം. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ, പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് കുറച്ച് ആളുകളിലേക്ക് കൊണ്ട് എത്തിക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. പുതിയ പുതിയ പരിശോധനകളൊക്കെ എടുക്കാനൊക്കെ നോക്കുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ്സുകാരെ സംബന്ധിച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ തുറക്കുമ്പോൾ, പുതിയ പുതിയ കാര്യം ആരംഭിക്കുമ്പോൾ അവിടെ കൃത്യമായൊരു റിസർച്ച് ആവശ്യമാണ് മനസ്സിലാക്കുക. കൃത്യമായിട്ടുള്ളൊരു പഠനം ആവശ്യമാണ് മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യുക, അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. ഫാമിലി ലൈഫ്, കുടുംബജീവിതം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സഹോദരങ്ങളുമായിട്ട് കൂടുതലായിട്ട് സ്നേഹ ബന്ധങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി കുറച്ചുകൂടി ആ ഒരു രമ്യയിലോട്ട് പോകുന്ന സാഹചര്യമായിട്ട് പറയാം. നമുക്കൊരു ആത്മവിശ്വാസം കൂടുന്ന സമയമായിട്ട് പറയാം. അതേപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിച്ചാൽ ആലോചിച്ച് തുടങ്ങാൻ സമയമാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. പ്രണയത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം നിങ്ങൾക്കത് വീട്ടിൽ അവതരിപ്പിച്ച് വിവാഹ കാര്യത്തിലേക്ക് നീക്കുവാൻ അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നമുക്ക് അനുകൂലമായ അവസ്ഥയാണ്. കൃത്യമായല്ലോ നമ്മുടെ അറിവിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ടൈം പീരീഡായിട്ട് പറയാം. നമുക്ക് വേണ്ട വിധത്തിൽ അറിവുകൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയെങ്കിൽ നമുക്ക് നമ്മുടെ പഠന കാര്യങ്ങൾക്ക്, എക്സാം കാര്യങ്ങൾക്കൊക്കെ നല്ല മികവ് കാണിക്കാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ ആരോഗ്യ സംബന്ധമായ കാര്യം നോക്കി കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ്. എന്നാൽ ചിലവരെ സംബന്ധിച്ചിടത്തോളം തൊണ്ടവേദന സംബന്ധമായിട്ടുള്ള ചെറിയ ഇഷ്യൂസുകൾ, ജോയിൻറ്റ്സ് പെയിൻസ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. വലിയ ഇഷ്യൂസ് ഒന്നും നമുക്കങ്ങനെ എടുത്തു പറയാൻ തക്കവണ്ണം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി ലൈഫിൽ തന്നെ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ മാറി ഒന്ന് രമ്യമായി പോകുന്നൊരു സാഹചര്യമായിട്ടും ഈ ടൈം പീരീഡിനെ പറയാൻ പറ്റും കേട്ടോ. ഇത്രയൊക്കെയാണ് ഈ മാസഫലം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങളുടെ പേര് നക്ഷത്രം താര കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിൽ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊരു പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക. ഇതൊരു വ്യക്തി അനിശ്ചിതമായിട്ടുള്ള ഫലമല്ല. നമ്മൾ ജനറൽ പ്രഡിക്ഷൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രഡിക്ഷൻസ് കാണുമ്പം നിങ്ങളുടെ ലഗ്നത്തിൻ്റെയും ചന്ദ്രനും നിൽക്കുന്ന രാശിയുടെയും കൂടി ആസ്പദമാക്കി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് ജനിച്ച ഇടവൽ രാശിയിലാണ് നിങ്ങളുടെ ലഗ്നം വന്നിരിക്കുന്നത് ധനുരാശിയാണെങ്കിൽ ഇടവരാശിയുടെയും ധനുരാശിയുടെയും കൂടി പ്രഡിക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ മാസം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധാരണ കിട്ടും. ഒരു ജന്മരാശി മാത്രം കാണാതെ ലഗ്നത്തിനും കൂടി കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ബിൽഡ് ആവുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വ്യക്തിഗതമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ദശാകാലം ഏതാണ്, ദശാധിപൻ ആരാണ്, ദശാധിപൻ നമുക്ക് എത്രമാത്രം അനുകൂലത്തിലാണ് പ്രതികൂലത്തിലാണ് എന്നുള്ള സാഹചര്യമൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയും ഗ്രഹങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പൂർണ്ണമായിട്ടൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് മന്ത്ലി പ്രഡിക്ഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നൊരു ജനറൽ പ്രഡിക്ഷൻ ഞാൻ തുറക്കം തൊട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ പലരും ചോദിക്കുന്ന കാര്യമാണ്, എനിക്ക് ജ്യോതിഷം പഠിക്കുന്ന വളരെ നാളത്തെ ആഗ്രഹമാണ്, എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചത്. നമ്മൾ ജ്യോതിഷ പഠനത്തിൻ്റെ ക്ലാസ്സസ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടിന്യൂസ് ബാച്ചുകൾ നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയൊരു ബാച്ചിലേക്ക് ചേരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനാണ്. അതിൽ തന്നെ ചിലർ ചോദിക്കുന്ന ഡൗട്ടാണ്, എനിക്ക് ഇനി പഠിച്ചു തുടങ്ങാൻ പറ്റുമോ, നിങ്ങളിപ്പോൾ ഏജ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജാസ്തി ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ് വരിക ഇതേപോലെ ഇതൊരു ഫോർമാറ്റ് തന്നെയായിരിക്കും വരിക എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വീഡിയോസ് ക്ലാസ്സസ് ആയിരിക്കും വരിക. ഇവിടെ നമുക്ക് സ്ക്രീനോട് ഷെയർ ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ നോട്ടുകളൊക്കെ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടുകയും നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാരിറ്റി കിട്ടുകയും നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടി ഒരു വ്യക്തതയിലോട്ട് നിങ്ങളെ നയിക്കുന്ന രീതിയിലാണ് ക്ലാസ് പ്രിപ്പയർ ചെയ്തത്. കാരണം നമ്മൾ CA CMA ക്ലാസ്സസ് എടുക്കുന്നതുകൊണ്ട് അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ്, അതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് നമ്മൾ ജ്യോതിഷത്തിൻ്റെയും കൂടി കൊണ്ടുവന്നത്. കാരണം CA CMA എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഫഷണൽ കോഴ്സാണ് നമുക്കറിയാം അല്ലേ. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് തന്നെയല്ലേ ജ്യോതിഷം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ ആവണമെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് തന്നെ പഠിക്കണം അല്ലേ. അപ്പം ആ രീതിയിലാണ് നമ്മളെ ക്ലാസ്സസ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടുകൾ വരുന്ന നിങ്ങൾക്ക് വാട്സപ്പിൽ ചോദിച്ച് കൃത്യമായിട്ട്
ഡൗട്ടുകൾ തീർത്ത് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഡൗട്ട് ചോദിക്കുമ്പോൾ അന്നേരം തന്നെ സ്പോട്ട് റിപ്ലൈ കിട്ടിയെന്ന് വരില്ല. ഒരു 24 മണിക്കൂറിനുള്ളിലായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടി നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ജ്യോതിഷ പഠനം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒന്ന് വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ കോൾ ചെയ്യുക കേട്ടോ. ഇനി നല്ല പെൻഡുലം പഠിക്കുന്ന ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പെൻഡുലം ഹൗസിങ്ങിൻ്റെ ക്ലാസ്സസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഏത് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസാണ് അറിയേണ്ടത്, അത് ജസ്റ്റ് അവരെ ഒന്ന് ഇൻഫോം ചെയ്താൽ കൃത്യമായ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി ജോയിൻ ചെയ്യുകയാണ്. ഫേസ്ബുക്കിലൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിങ്ക്സിനുള്ളിൽ നമ്മുടെ പവേഴ്സ് ക്ലബിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്. ഇനി അതില്ലെങ്കിൽ ജസ്റ്റ് അതില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ബയോയ്ക്കകത്ത് നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ്. ഇനി അതല്ലെങ്കിൽ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പവേഴ്സ് ക്ലബിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.